സാധാരണയായി രാജ്യങ്ങളുടെ മന്ത്രിമാരും ഉന്നതതല ഉദ്യോഗസ്ഥരും ഒക്കെ സമാധാന ചർച്ചകൾക്ക് പോകുന്നത് ആഡംബര വിമാനങ്ങളിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ചർച്ച കഴിഞ്ഞ് തിരികെ നാട്ടിലെത്താൻ വിമാനം, ട്രെയിൻ, ബസ്, കാറ് എന്നിങ്ങനെ കിട്ടിയ വണ്ടികളിലൊക്കെ മാറി മാറി കയറി സ്വന്തം രാജ്യത്തെത്തിയ ഒരു VIP സംഘത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും സാക്ഷാൽ ഇറാന്റെ ഉന്നതതല സംഘം. സംഭവം നടന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ്. US-മായി സമാധാന ചർച്ചകൾക്കായി എത്തിയതായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ കാലിബാഫും ഉൾപ്പെട്ട വമ്പൻ സംഘം. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടു. അതോടെ മടക്കയാത്രയിൽ അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്ന ഭയം ഇറാൻ സംഘത്തെ പിടികൂടി. പിന്നെ നടന്നത് ഒരു ഹോളിവുഡ് ചേസിംഗ് സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ്. പാകിസ്ഥാനിൽ നിന്ന് വിമാനത്തിൽ കയറിയ സംഘം പാതി വഴിയിൽ ആകാശത്ത് വെച്ച് വിമാനം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ പരിഭ്രാന്തരായി. ഉടനെ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി ഇവർ യാത്രക്കിടെ മറ്റൊരു വിമാനത്തിലേക്ക് മാറിക്കയറി. ഈ വിമാനം പിന്നീട് ഇറാനിലെ മഷാദിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി. അവിടെ നിന്ന് ടെഹ്റാനിലേക്ക് സംഘം യാത്ര തുടർന്നത് ട്രെയിനിലും ബസ്സിലും ഒടുവിൽ കാറിലുമായാണ്. അമേരിക്കയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ വഞ്ചിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നാണ് ഇറാന്റെ പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനും ടെഹ്റാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിട്ടുള്ള സെയ്ദ് മുഹമ്മദ് മറാൻസി വെളിപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സുരക്ഷ ഒരുക്കേണ്ടിയിരുന്ന പാകിസ്ഥാന്റെ അവസ്ഥയാണ്. തങ്ങളുടെ മണ്ണിൽ വന്നെത്തിയ അതിഥികൾക്ക് സമാധാനപരമായി മടങ്ങാൻ ഒരു ഉറപ്പും നൽകാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ അതിഥികൾക്ക് സുരക്ഷ ഒരുക്കിയ പാകിസ്ഥാൻ അവിടെ സൈലന്റായി മുങ്ങി. ശത്രുക്കൾ തമ്മിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണ്, നമുക്കറിയാം. എന്നാൽ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വരുന്നത് നയതന്ത്ര ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അവിശ്വാസം എത്രത്തോളം വലുതാണെന്നാണ് ഈ ഒളിച്ചോട്ടം വ്യക്തമാക്കുന്നത്. ഒപ്പം ഒരു അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വേദിയാകാൻ പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം അപര്യാപ്തമാണെന്നതിന്റെ നേർചിത്രം കൂടിയാണിത്. എന്തായാലും സമാധാന ചർച്ചയ്ക്ക് പോയിട്ട് ശത്രുപാളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലെയാണ് ഇറാൻ മന്ത്രിമാരും സംഘവും സ്വന്തം വീട്ടിലെത്തിയത്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാനും തങ്ങളെ വിശ്വസിച്ച് വരുന്നവർക്ക് സുരക്ഷ നൽകാൻ പാകിസ്ഥാനും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ വിമാനത്തിൽ പോയവർക്ക് നാട്ടിലെത്താൻ ഒടുവിൽ ലോക്കൽ ബസ് യാത്ര തന്നെ വേണ്ടി വന്നു എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്.